വിജയ് അജിത്തിന്റെ ഒക്കെ പടത്തെ ട്രോളുന്നത് പോലെ ഇതും ഒരു രക്ഷിക്കൽ പടമാണ്. എന്നെ രക്ഷിക്കോ മാമ? രക്ഷിക്കാം, പക്ഷെ നീ എന്നെ ശിക്ഷിക്കരുത്. കരം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് നോബിൾ ബാബു തോമസ് പ്രധാന വേഷത്തിൽ വന്ന ഈ മലയാളം ആക്ഷൻ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ദേവ് മഹേന്ദ്രൻ എന്ന ഒരു എക്സ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ കുടുംബത്തോടൊപ്പം ലെനാർക്കോ എന്നൊരു വിദേശ രാജ്യത്ത് ചെല്ലുന്നതും അവിടുത്തെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഗ്യാങ്ങുമായിട്ട് എതിരിടേണ്ടി വരുന്നതുമൊക്കെയാണ് കരം എന്ന സിനിമ പറയുന്നത്. വളരെ എൻഗേജിംഗ് ആയിട്ടും ഫാസ്റ്റ് പേസിലും പോകുന്ന ഒരു ആക്ഷൻ പടമാണിത്. തിര എന്ന സിനിമ കഴിഞ്ഞ് 13 വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ ആക്ഷൻ ത്രില്ലർ എന്ന ജോണിൽ ഒരു പടം ചെയ്യുന്നതാണ്. ആളുകൾ ട്രോളുന്ന വിനീതിന്റെ സ്ഥിരം ചെന്നൈ പാസമോ ഫീൽ ഗുഡ് ഓവർലോഡഡ് സംഭവങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു പ്രതീക്ഷ നൽകിയ ഒരു സിനിമ കൂടിയായിരുന്നു. പക്ഷെ പടം വളരെ ഓർഡിനറി ആയ മീഡിയോക്കർ ആയിട്ടുള്ള ഒരു വൺ ടൈം വാച്ചബിൾ ആവറേജ് ആക്ഷൻ ഫിലിം മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്ന ആക്ഷൻ പടങ്ങളിലെ ആചാരങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു യൂഷ്വൽ സെറ്റപ്പ്, നത്തിങ് ന്യൂ ടു ഗിവ്. ഒരുപക്ഷെ ഒരു 2010 മലർവാടി കഴിഞ്ഞ ഉടനെ വിനീത് ഈ സിനിമ ഇതേ മേക്കിംഗ് സ്റ്റൈലിൽ ഇതേ ക്വാളിറ്റിയിൽ ചെയ്യുകയായിരുന്നെങ്കിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെ വരുന്ന ഹിന്ദി ആക്ഷൻ പടങ്ങളോട് കിടപിടിക്കുന്ന ഒരു മലയാളം ആക്ഷൻ പടം എന്ന രീതിയിൽ അന്ന് വേണമെങ്കിൽ ഞെട്ടിപ്പിച്ചേനെ. നോട്ട് നൗ. ഡീസന്റ് ആയിട്ടുള്ള കുറെ ആക്ഷൻ സീക്വൻസുകൾ, നല്ല ലൊക്കേഷൻ, കിടിലൻ ക്യാമറ, നല്ല കളർ ടോൺ, ഇതൊക്കെ പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. പെർഫോമൻസുകളും അത്യാവശ്യം നൈസ് ആണ്. ചെറിയ ചെറിയ ചില ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് വില്ലന്മാരുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നമ്പറുകളൊക്കെ രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബാബുരാജിന്റെ ചില കോമഡി, അതുപോലെ കലാഭവൻ ഷാജോൺ, ഇവരുടെ ചില നമ്പറുകളൊക്കെ വർക്കായിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് പറഞ്ഞാൽ നായകനായിട്ട് വന്ന നോബിൾ ബാബു തോമസ്, പുള്ളി തന്നെയാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് എഴുതിയത് കൊണ്ട് നായകനായി എന്ന വിധത്തിൽ വിചാരിക്കേണ്ട. പുള്ളി നന്നായിട്ട് തന്നെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബോഡി ലാംഗ്വേജ് ഒക്കെ നൈസ് ആയിരുന്നു. ആ ഒരു ക്യാരക്ടറിന് പുള്ളി ഓക്കെ ആയിരുന്നു എന്ന് തന്നെ പറയാം. മെയിൻ വില്ലൻ ക്യാരക്ടർ ആൻഡ്രെ ആയിട്ട് വന്നിരിക്കുന്നത് ഇവാൻ വോക്കോമാനോവിച്ച് ആണ്. മലയാളികൾ ആശാൻ എന്ന് വിളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച്. ഒരു യൂഷ്വൽ വില്ലൻ ക്യാരക്ടറാണ്. വലിയ പുതുമയൊന്നുമില്ല. പുള്ളി പക്ഷെ നീറ്റ് ആയിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നായികമാര് അതായത് 2 പേരുണ്ട്. സന ആയിട്ട് വന്ന ഓഡ്രി മിറിയം, താര എന്ന കഥാപാത്രമായിട്ട് വന്ന രേഷ്മ സെബാസ്റ്റ്യൻ. 2 പേരും ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. ഓഡ്രിയാണ് കൂടുതൽ ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കലാഭവൻ ഷാജോൺ ചെയ്ത കമൽ എന്ന ക്യാരക്ടർ കൊള്ളാം. രജനീകാന്ത് കോമഡിയൊക്കെ രസമുണ്ടായിരുന്നു. ചില മാസ് രംഗങ്ങളും പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ബാബുരാജ് അത്യാവശ്യം കോമഡിയുള്ള ഒരു റോളിൽ കൊള്ളാവുന്ന ഒരു വേഷത്തിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ വില്ലന്മാരുടെ കൂട്ടത്തിലുള്ള ബാറ്റോ എന്നൊരു കഥാപാത്രമായിട്ട് വിഷ്ണു ജി വാര്യർ പുള്ളി കിടുവായിരുന്നു. പുള്ളിയുടെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലും, അതായത് അന്വേഷിപ്പിൻ കണ്ടെത്തും, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ലാസ്റ്റ് വന്ന ഹണ്ട് എന്ന് പറഞ്ഞ സീരീസ്, എല്ലാത്തിലും കുറച്ചു നേരമേ ഉള്ളൂ എങ്കിലും പുള്ളി കിടുവായിരിക്കും. നല്ല ഭാവിയുള്ള ഒരു നടനാണ് വിഷ്ണു ജി വാര്യർ. മനോജ് കെ ജയൻ, ശ്വേതാ മേനോൻ, ജോജി മുണ്ടക്കയം, ജോണി ആന്റണി, ജോൺ കൈപ്പള്ളിൽ, വിനീത് വാസുദേവൻ തുടങ്ങിയവരും പടത്തിലുണ്ട്. കൂടാതെ കുറെ വിദേശ താരങ്ങളും ഉണ്ട്. അവരൊക്കെ ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കലി പടം നൈസ് ആണ്. നല്ല റിച്ച് ആയിട്ടുള്ള വിഷ്വലുകൾ, കിടിലൻ കളർ ടോൺ, ക്യാമറ, ഇതിന്റെ ലൊക്കേഷൻ ഭയങ്കര പൊളിയാണ്. റഷ്യൻ ബോർഡർ പ്രദേശങ്ങൾ, അതുപോലെ അസർബൈജാൻ, ഷിംല, ചാണ്ഡീഗർ, അങ്ങനെ കുറെ നല്ല സ്ഥലങ്ങളിലായിട്ടാണ് പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ജോമോണ്ടി ജോൺ ആണ് ഇതിന്റെ ക്യാമറ. അതിന്റെ ഒരു ക്വാളിറ്റി വിഷ്വലുകളിൽ കാണാനുമുണ്ട്. രഞ്ജൻ എബ്രഹാം ആണ് പടത്തിന്റെ എഡിറ്റിംഗ്. മുഷിപ്പിക്കുന്നതോ മടുപ്പിക്കുന്നതോ ആയിട്ടുള്ള വിഷ്വലുകളൊന്നും പടത്തിലില്ല. ഷാൻ റഹ്മാന്റെ മ്യൂസിക് കൊള്ളാം. പക്ഷെ എന്തിനാണെന്ന് എനിക്കറിയില്ല, തീരാതെ നീളുന്ന എന്നൊരു പാട്ടില്ലേ തിര സിനിമയിലെ, ആ പാട്ടിന്റെ സെയിം വരികൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് മ്യൂസിക് ഒക്കെ ഏകദേശം അതുപോലെ ആക്കിയിട്ടുള്ള ഒരു ടൈറ്റിൽ സോങ് പടത്തിൽ കൊടുത്തിട്ടുണ്ട്. തിരയുടെ വിജയം കൊമേഴ്സ്യലി അത് വമ്പൻ വിജയമൊന്നും ആയിരുന്നില്ല എങ്കിലും അതിനൊരു പേരുണ്ട്. അത് ആവർത്തിക്കും എന്ന വല്ല അന്ധവിശ്വാസം കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. പുതുമയില്ലാത്ത സ്ക്രിപ്റ്റ്, യാതൊരു ഹൈ മൊമെന്റ്സും തരാതെ വളരെ നോർമലായിട്ട് ഓർഡിനറി ആയിട്ട് പോകുന്ന ഒരു തിരക്കഥ, ഇതൊക്കെ തന്നെയാണ് ഈ പടത്തിന്റെ മെയിൻ നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത്. ആക്ഷൻ പടങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ത്രില്ല് തരണം, അതായത് നമ്മളെ ഹരം കൊള്ളിക്കണം. കരത്തിൽ അത്രയ്ക്ക് ഹരം കൊള്ളിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. അതുമല്ലെങ്കിൽ നമുക്ക് കൊല്ലടാ അവനെ എന്ന് വില്ലനോട് അത്രയ്ക്ക് ദേഷ്യം തോന്നുന്ന വിധത്തിൽ നമ്മളെ ഇമോഷണലി വല്ലാതെ കണക്ട് ചെയ്യിപ്പിക്കണം. ഇതിലങ്ങനെ ഒരു ശ്രമമൊക്കെ നടന്നിരുന്നു എങ്കിലും പക്ഷെ നമുക്ക് ഒരു വികാരവും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. സോ കരം ഗിവ്സ് നോ ഹരം ആൻഡ് നോ വികാരം. ഇതിലെ ക്യാരക്ടേഴ്സും കഥയും കഥാപശ്ചാത്തലവും സംഭവങ്ങളും എല്ലാം വളരെ കൺവീനിയന്റ് ആയിട്ട് എഴുതിയതുപോലെയാണ് തോന്നിയത്. പറഞ്ഞാൽ ചെറിയ സ്പോയിലർ ആവും, വലിയ സംഭവമൊന്നുമല്ല. നായകൻ ഇന്ന സ്ഥലത്തേക്ക് തന്നെ ട്രാവൽ ചെയ്തു പോയി, അവിടെ വെച്ച് ഇന്നയാളെ തന്നെ കണ്ട് ഇന്ന സംഭവങ്ങളിലൊക്കെ തന്നെ വീണ്, അതുപോലെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു കാമുകി മുമ്പുണ്ടായിരുന്നത് അവരൊരു മന്ത്രിയായി മാറി, അങ്ങനെ എല്ലാം വളരെ സൗകര്യപ്രദമായിട്ട് എഴുതിയേക്കുന്ന പോലെ തോന്നി. ഒന്നും അങ്ങോട്ട് കംപ്ലീറ്റ്ലി നമുക്ക് വിശ്വസനീയമാവുന്നില്ല. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, വിനീത് ശ്രീനിവാസൻ ഈ ടൈപ്പ് ഓവർലോഡഡ് ഫീൽ ഗുഡ് പടങ്ങൾ ചെയ്യുന്നത് നിർത്തിവെച്ചിട്ട് പണ്ട് തിര ചെയ്ത പോലെ ഒരു കിടിലൻ ആക്ഷൻ പടം ചെയ്യണമെന്ന്. അങ്ങനെ പലരും പറഞ്ഞ് പുള്ളി കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് പുള്ളി തിര പോലെ തന്നെ പേരിൽ പോലും തിര എന്നതിന് പറ്റുന്ന വിധത്തിൽ കേൾക്കുമ്പോൾ പ്രാസം ഒപ്പിച്ചുള്ള കരം എന്ന് പേരിട്ട്
ഇങ്ങനൊരു പടം ഒരുക്കിയത്. ഞാൻ പറഞ്ഞില്ലേ, പാട്ട് പോലും തിരയുടെ അതേ ലിറിക്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ തിരയുടെ 7 അയലത്ത് പടം എത്തിയിട്ടുമില്ല. സത്യം പറഞ്ഞാൽ വിജയ് അജിത്തിന്റെ ഒക്കെ പടത്തെ ട്രോളുന്നത് പോലെ ഇതും ഒരു രക്ഷിക്കൽ പടമാണ്. അത്രയ്ക്ക് കത്തിയൊന്നും ഇതിലില്ല എന്ന് മാത്രം. ആമാ എന്നെ രക്ഷിക്കോ മാമ? രക്ഷിക്കാം, പക്ഷെ നീ എന്നെ ശിക്ഷിക്കരുത്. എന്റെ മാമക്ക് എപ്പോഴും തമാശ. ഈ രക്ഷിക്കുന്ന കരം എന്ന ഒരു ക്ലാസ് രീതിയിലൊക്കെ പടത്തിന് പേരിട്ടതാണ്. പക്ഷെ അതിനേക്കാൾ ഇതിന് പറ്റുന്ന പേര് എസ്കേപ്പ് ഫ്രം ലെനാർക്കോ എന്നുള്ളതായിരുന്നു. ആഗമത്തിന്റെ ടോട്ടലിൽ വിനീത് ശ്രീനിവാസൻ പതിവ് ഫീൽ ഗുഡ് ഓവർലോഡഡ് വെറുപ്പിക്കൽ സംഭവങ്ങളിൽ നിന്നും ഒന്ന് മാറ്റിപ്പിടിച്ച് പഴയ തിരയുടെ ലെവലിലേക്ക് പോകാൻ ഒന്ന് ശ്രമിച്ചു എന്നുള്ളതല്ലാതെ വേറെ വലിയ പുതുമയൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ആവറേജ് ആക്ഷൻ പടമാണ് കരം. ഇഷ്ടംപോലെ വിദേശ ആക്ഷൻ പടങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇത് കണ്ടാൽ പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നും തോന്നുകയില്ല. എനിക്കൊരു ത്രില്ലോ, ടെൻഷനോ, ആവേശമോ, സെന്റിമെന്റ്സോ അങ്ങനെ യാതൊരുവിധ വികാരവും തരാതെ ഒരേ ഭാവത്തോടെ ഞാൻ കണ്ടു തീർത്തൊരു പടമാണ് കരം. പടം തിയേറ്ററുകളിൽ നിങ്ങൾക്ക് കാണാം. 2 മണിക്കൂർ 8 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, എങ്കിലും കുറെ വയലൻസും ചെറിയ ചില അഡൽട്ട് കണ്ടന്റും ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കാണാൻ പറ്റില്ല എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരി.